മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമമഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. ജീവനെനിക്കായി വെടിഞ്ഞ ദേവകുമാര, ജീവനെനിക്കായി വെടിഞ്ഞ ദേവകുമാര, ദേവകുമാര സർവപാപവിദൂര, ദേവകുമാര സർവപാപവിദൂര, ജീവനെനിക്കായി വെടിഞ്ഞ ദേവകുമാര. ഇന്ന് ദൈവവചനത്തിൽ നിന്ന് കർത്താവിൻ്റെ ദാസൻ KP പൊടിക്കുഞ്ഞ് പനവേലി ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മോർണിംഗ് വോയിസിലൂടെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരെ എല്ലാ ശ്രോതാക്കൾക്കും വേഗം വീണ്ടും വരുന്ന യേശുക്രിസ്തുവിൻ്റെ അനശ്വരമായ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും സ്നേഹവന്ദനം ചൊല്ലുന്നു. ഇന്ന് രാവിലെ സമയം ദൈവപുത്രനായ യേശുക്രിസ്തുവിനെ ആരാധിക്കുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്ത് ഒരു വിശുദ്ധ വേദഭാഗം വായിക്കുവാൻ കർത്താവ് ശരണപ്പെടുന്നു. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യത്തിൻ്റെ ആരംഭത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: നോഹ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. പ്രിയമുള്ളവരെ, ഈ വേദഭാഗം നാം വായിക്കുമ്പോൾ, അതിന് മുൻ ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം, വലിയ ജലപ്രളയത്തിൽ നിന്നും സ്വർഗത്തിലെ ദൈവം നോഹയെ അത്ഭുതകരമായി ആ പെട്ടകത്തിൽ കൂടി രക്ഷപ്പെടുത്തി എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാം. ദൈവം പറഞ്ഞ നിലയിൽ നോഹ അനുസരിച്ചു. ആ നിലയിൽ പെട്ടകം പണിതു. നോഹയും തൻ്റെ മക്കളും തൻ്റെ ഭാര്യയും മരുമക്കളുമെല്ലാം ആ പെട്ടകത്തിൽ കയറി രക്ഷപ്പെട്ടു എന്നുള്ളത് നമുക്ക് കാണാവുന്ന കാര്യമാണ്. ആ പാപം നിറഞ്ഞ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ കൃപ നോഹയ്ക്ക് ലഭിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ആ കൃപ ലഭിച്ചവൻ ഇന്ന് പെട്ടകത്തിനുള്ളിൽ നിന്ന് ഇതാ അറാറാത്ത് പർവ്വതത്തിൽ പെട്ടകം ഉറയ്ക്കുന്നു. ആ പെട്ടകത്തിൽ നിന്ന് നോഹയും തൻ്റെ കുടുംബവും പുറത്തിറങ്ങുകയാണ്. നമ്മളവിടെ വായിക്കുന്നത്, പെട്ടകം ഉറച്ച സ്ഥാനത്ത് നിന്നും നോഹ പെട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം ആദ്യമായിട്ട് യഹോവയ്ക്ക് അവിടെ ഒരു യാഗപീഠം പണിതു എന്നാണ് വായിക്കുവാൻ സാധിക്കുന്നത്. പ്രിയരെ, നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജീവിതത്തിൽ ധാരാളം വ്യക്തികൾ, നോഹയോടൊപ്പം ജീവിച്ച ധാരാളം വ്യക്തികൾ ആ കാലഘട്ടത്തിൽ പാപനിമിത്തം മനുഷ്യൻ്റെ ഹൃദയ നിരൂപണങ്ങൾ ദോഷമുള്ളതാകയാൽ ദൈവമായ കർത്താവ് അവരെല്ലാം ജലപ്രളയ എന്ന ആ ന്യായവിധിയിൽ കൂടെ അവരെല്ലാം നശിപ്പിച്ചു കളഞ്ഞു. എന്നാൽ നോഹയ്ക്ക് ദൈവത്തിന് കൃപ ലഭിച്ചതുകൊണ്ട് നോഹയും തൻ്റെ കുടുംബത്തെയും യഹോവയായ ദൈവം രക്ഷപ്പെടുത്തി. എന്നാൽ നോഹ ഇവിടെ ആദ്യം ചെയ്തത് യഹോവയ്ക്കൊരു യാഗപീഠം പണിതു എന്നുള്ളതാണ്. ഓർക്കുക, നോഹയ്ക്കങ്ങനെ തൻ്റെ ഹൃദയത്തിൽ അങ്ങനെ ഒരു ചിന്ത വന്നു. ഇത്രമാത്രം വേദനയേറിയ അനുഭവത്തിൽ, നാശകരമായ അവസ്ഥയിൽ നിന്നും ധാരാളം വ്യക്തികൾ മരിച്ചുപോയ ആ ഒരു കാലഘട്ടത്തിൽ നിന്നും യഹോവ എന്നെ വിടുവിച്ചു, എൻ്റെ കുടുംബത്തെ വിടുവിച്ചു, രക്ഷിച്ചു. അപ്പം നോഹയ്ക്ക് ദൈവത്തോടുള്ള നന്ദിയുടെ സൂചകമായിട്ടാണ് ഒരു യാഗപീഠം പണിതത്. നാം അവിടെ വായിക്കുന്നില്ല നോഹയുടെ അടുത്ത് ആരെങ്കിലും ഒരു യാഗപീഠം പണിയുവാൻ. നോഹയ്ക്ക് തന്നെ മനസ്സിലായി ദൈവത്തിനൊരു യാഗപീഠം പണിയണം. കാരണം നോഹയുടെ ജീവിതത്തിൽ നന്ദിയുള്ളൊരു ഹൃദയം നോഹയ്ക്കുണ്ടായിരുന്നു. യാഗപീഠം ദൈവവുമായുള്ള ബന്ധത്തിൽ, അത് ആരാധനയുമായുള്ള ബന്ധത്തിലാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ദൈവസന്നിധിയിൽ ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ നമുക്ക് നന്ദിയുള്ള ഒരു ഹൃദയം ഉണ്ടായിരിക്കണം. കാരണം നോഹയുടെ അടുത്ത് ആരും പറയാതെ തന്നെ, പരപ്രേരണ കൂടാതെ തന്നെ നോഹ യഹോവയ്ക്കൊരു യാഗപീഠം പണിതു. ഇന്ന് ലോകത്തെമ്പാടുമുള്ള ദൈവജനം ദൈവത്തെ ആരാധിക്കുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, പരപ്രേരണ കൂടാതെ ദൈവത്തെ ആരാധിക്കുന്ന മനോഭാവം ദൈവം പ്രസാദിക്കുന്നതാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. നോഹ ഒരു യാഗപീഠം പണിതു. അതുമാത്രമല്ല, ശുദ്ധിയുള്ള പറവകളെയും അതുപോലെ തന്നെ മൃഗങ്ങളെയും നോഹ യാഗമർപ്പിച്ചു. നോഹയുടെ യാഗത്തിന്മേൽ ദൈവം പ്രസാദിച്ചു. നോഹയുടെ യാഗം സൗരഭ്യവാസന വരുത്തുന്ന ഒരു യാഗമായിരുന്നു എന്നാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ആ യാഗത്തിന്മേൽ ദൈവത്തിന് പ്രസാദമുണ്ടായി. നന്ദി നിറഞ്ഞ ഹൃദയത്തിൽ നിന്ന്
കഴിക്കുന്ന ആ സ്തുതിസ്തോത്രങ്ങൾ, നന്ദിയുള്ള ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന ആ സ്നേഹം, ആ വാക്കുകൾ സ്വർഗത്തിലെ ദൈവം ശ്രദ്ധ വെച്ച് കേൾക്കുന്നുണ്ട്. പരപ്രേരണ കൂടാതെയാണ് നോഹ അത് ചെയ്തത്. പ്രിയരെ, ദൈവസന്നിധിയിൽ ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ ഓർക്കുക, ദൈവം എൻ്റെ ജീവിതത്തിൽ എത്ര വലിയ ഉപകാരമാണ് ചെയ്തത്. വിശുദ്ധ വചനത്തിൽ നമ്മൾ വായിക്കുന്നത്, നാം പാപത്തിലും അതിക്രമത്തിലും മരിച്ചവരായിരുന്നു, നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലുമായിരുന്നു, കെടാത്ത തീയും ചാകാത്ത പുഴുവും നമ്മുടെ അവകാശമായിരുന്നു. എന്നാൽ അതിൽ നിന്ന് വിടുവിക്കുവാൻ ദൈവപുത്രനായ യേശുക്രിസ്തു നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കാൽവറി ക്രൂശിൽ തൻ്റെ ദേഹമെന്ന തിരശ്ശീല നമുക്ക് വേണ്ടി ചിന്തി ജീവനുള്ള പുതിയ വഴി തുറന്നു. തൻ്റെ വിശുദ്ധ രക്തത്താൽ നമ്മളെ ശുദ്ധീകരിച്ചു. ഇന്ന് ആ കർത്താവിനെ, പിതാവിനെ വിളിച്ചുകൊണ്ട് കൃപാസനത്തോട് ധൈര്യത്തോട് ചെല്ലുവാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, ആരാധിപ്പാൻ ദൈവം വലിയ ഭാഗ്യം തന്നിരിക്കുക. എത്രത്തോളം നന്ദി നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. നോഹ നന്ദിയുള്ളൊരു ഹൃദയത്തിനുടമയായിരുന്നു. അതുകൊണ്ട് തന്നെ നോഹയുടെ യാഗത്തിന്മേൽ ദൈവം പ്രസാദിച്ചു. സ്വർഗത്തിലെ ദൈവം നോഹയുടെ യാഗപീഠത്തിൽ പ്രസാദിച്ചു എന്ന് പറയുമ്പോൾ, ആ യാഗം ദൈവത്തിന് സൗരഭ്യവാസന പരത്തുന്നൊരു യാഗമായിരുന്നു. ദൈവത്തിന് ഇഷ്ടമുള്ള സുഗന്ധമുള്ള ഒരു യാഗമായിരുന്നു. ഞായറാഴ്ചകളിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ നാം കഴിക്കുന്ന സ്തുതിസ്തോത്രങ്ങൾ ദൈവത്തിന് എത്രത്തോളം പ്രസാദകരമാണ് എന്നുള്ളത് മനസ്സിലാക്കണം. അടിസ്ഥാനമായി നാം മനസ്സിലാക്കേണ്ടത്, നന്ദിയുള്ള ഹൃദയത്തിൽ നിന്ന് മാത്രമേ ദൈവത്തിന് സൗരഭ്യവാസന പരത്തുന്ന ഒരു ആരാധന അർപ്പിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. നോഹ അത് ചെയ്തു. അതുകൊണ്ട് യഹോവയ്ക്ക് ആ യാഗം വളരെ പ്രസാദകരമായി. അതുമാത്രമല്ല, ദൈവം നോഹയുടെ യാഗത്തിൽ പ്രസാദിച്ചു. തീർച്ചയായിട്ടും നമ്മുടെ ആരാധന സ്വർഗത്തിലെ ദൈവത്തിന് പ്രസാദകരമായി തീരണമെങ്കിൽ, സൗരഭ്യവാസനയായി തീരണമെങ്കിൽ, ദൈവത്തോട് അളവറ്റ സ്നേഹം നമ്മുടെ ഹൃദയത്തിലുണ്ടാകണം. ഒരു നിലയിലും നമ്മുടെ സ്വന്തം കഴിവ് കൊണ്ടോ നമ്മുടെ ഏതെങ്കിലും വിധമായിരിക്കുന്ന പ്രവൃത്തി കൊണ്ടോ ദൈവസന്നിധിയിൽ നമുക്ക് ചെല്ലുവാൻ കഴിയാതിരുന്നപ്പോൾ, സ്വർഗത്തിലെ ദൈവം തന്നെയാണ് നമുക്ക് വേണ്ടി ജീവൻ്റെ വഴി തുറന്നു തന്നത്. മനുഷ്യൻ കേവലം, എല്ലാ മനുഷ്യരും നിസ്സഹായരാണ്. ഒരിക്കലും ഒരു മനുഷ്യൻ്റെയും കഴിവ് കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് എത്തുവാൻ കഴിയത്തില്ല. നാം രക്ഷിക്കപ്പെട്ടത് തന്നെ കൃപയാലാണ്, വിശ്വാസം മൂലം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മേൽ ചൊരിഞ്ഞ വലിയ ദൈവകൃപ നമ്മൾ ഓർക്കുക. ഒരു നിലയിലും ദൈവസന്നിധി കടന്നു ചെല്ലുവാൻ കഴിയാത്ത നമ്മളോട് ദൈവത്തിൻ്റെ കൃപ തോന്നി. നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ തോന്നിയതുപോലെ, കൃപ ലഭിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലും ദൈവം നമ്മളോട് കൃപ കാണിച്ചു, നമ്മളോട് കരുണ കാണിച്ചു. നമ്മുടെ പാപങ്ങളെല്ലാം ക്ഷമിച്ച് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മകളാക്കി തീർക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. അപ്പോൾ തീർച്ചയായിട്ടും നാം പരപ്രേരണ കൂടാതെ ദൈവത്തെ ആരാധിക്കണം. നമ്മുടെ ആരാധനയിൽ ദൈവം പ്രസാദിക്കണം. നമ്മുടെ ആരാധന സുഗന്ധം പരത്തുന്ന, ദൈവത്തിന് സൗരഭ്യവാസന പരത്തുന്ന ഒരു യാഗമായിരിക്കണം. അതുമാത്രമല്ല, ആ യാഗത്തിൽ ദൈവം പ്രസാദിച്ചതിൻ്റെ ആ അടയാളമായിട്ട് ദൈവം ചില ഉടമ്പടികൾ പറയുക. ഇനി ലോകമുള്ള കാലത്തോളം ഇങ്ങനെയുള്ള ഒരു ജലപ്രളയം ഉണ്ടാകുകയില്ല. പ്രിയമുള്ളവരെ, എത്രയോ വാഗ്ദത്തമാണ് ദൈവം നോക്കിക്ക് കൊടുക്കുന്നത്. നാം സത്യസന്ധമായി ദൈവത്തെ ആരാധിക്കുമ്പോൾ, സ്വർഗത്തിലെ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കുമ്പോൾ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിന് തക്ക മഹത്വം നാം നന്ദി നിറഞ്ഞ ഹൃദയത്തിൽ നിന്ന് കൊടുക്കുമ്പോൾ, ദൈവം നമ്മുടെ ആരാധനയിൽ പ്രസാദിക്കുമെന്ന് മാത്രമല്ല, നമുക്ക് വാഗ്ദത്തങ്ങളെ കൂടിത്തരുവാൻ ദൈവത്തിന് മനസ്സാണ്. ഇന്ന് രാവിലെ സമയം നാം ചിന്തിക്കുക, ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന സ്തുതി സ്തോത്രങ്ങൾ എത്രത്തോളം ദൈവം സ്വീകരിക്കും, എത്രത്തോളം നന്ദിയുള്ള ഹൃദയമാണ് എനിക്ക് ദൈവത്തോടുള്ളത്. പരപ്രേരണ കൂടാതെയാണല്ലോ, ആരുടെ നിർബന്ധത്താലല്ലോ ഞാൻ കടന്നു വന്നത്. ഈ ഒരു ചിന്ത നമ്മളെ ഭരിക്കണം. തീർച്ചയായിട്ടും അങ്ങനെ കഴിക്കുന്ന ആരാധന ദൈവം പ്രസാദിക്കും. ഇന്ന് രാവിലെ സമയം വലിയവനായ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, ആരാധിക്കുമ്പോൾ, ദൈവം ആഗ്രഹിക്കുന്ന ഒരു ആരാധന അർപ്പിക്കുവാൻ നമുക്ക് കഴിയണം. ദൈവം പ്രസാദിക്കുകയാണ്. ഒരാഴ്ചപ്പെട്ട കാലം നമ്മളെ അതിശയകരമായി നടത്തിയ ദൈവം, അനേകായിരങ്ങൾ നോഹയുടെ കാലത്ത് ഈ ഭൂമിയിൽ ജലപ്രളയത്തെ നശിച്ചു പോയപ്പോൾ
എത്രയോ അതിശയകരമായി ഒരു പ്രാവശ്യം കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം കൃപ തന്നു. ആ ദൈവത്തിന് നന്ദി പറയുമ്പോൾ നമ്മുടെ ഹൃദയം സന്തോഷിക്കണം. ഇന്ന് ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്ന നമ്മെ രക്ഷിച്ച, നമ്മളെ വീണ്ടെടുത്ത നമ്മുടെ പ്രാണപ്രിയനെ മുഖതാവിൽ കാണുന്ന ഒരു ദിവസമുണ്ട്. അന്ന് ആ കർത്താവിൻ്റെ പാദപീഠത്തിൽ വീണ് നിത്യതയോളം നമസ്കരിക്കുന്ന, ആരാധിക്കുന്ന ഒരു ദിനം ഓരോ വിശ്വാസികൾക്കുമുണ്ട്. അത് നമുക്കെത്രയോ പ്രത്യാശ തരുന്നൊരു കാര്യമാണ്. ഇന്ന് വിശ്വാസത്താൽ നന്ദിയുള്ള ഹൃദയത്തോട് ദൈവത്തിന് ആരാധന അർപ്പിക്കാം. ആരാധന ദൈവം പ്രസാദിക്കട്ടെ. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്വർഗമഹിമാസനവും നിസ്തുല പ്രഭാനിറവും, സ്വർഗമഹിമാസനവും നിസ്തുല പ്രഭാനിറവും, അത്രയും വെടിഞ്ഞു ഭൂവിൽ അവതരിച്ചോനേ, അത്രയും വെടിഞ്ഞു ഭൂവിൽ അവതരിച്ചോനേ, അവതരിച്ചോനേ, താഴ്മ സ്വയം ഭരിച്ചോനേ, അവതരിച്ചോനേ, താഴ്മ സ്വയം ഭരിച്ചോനേ. ജീവനെനിക്കായി വെടിഞ്ഞ ദേവകുമാര,